മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരെ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കുന്നത് ഒരു പുതിയ സംഭവമല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷംസീറിൻ്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 2018 നിയമിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ 1ാം റാങ്ക് ലഭിച്ചത് ഡോക്ടർ MB ബിന്ദു എന്ന വളരെ മിടുക്കിയായിട്ടുള്ള അധ്യാപികയ്ക്കാണ്. ഹൈക്കോടതിയിൽ കേസ് പറയുകയും അവർ 1ാം റാങ്കിൽ നിയമിക്കാൻ പറയുകയും ഷംസീറിൻ്റെ ഭാര്യ പുറത്തു പോവുകയും ചെയ്തു. പക്ഷേ ജയിച്ചു വന്നുവെങ്കിലും അവർക്ക് കണ്ണൂർ തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാനത്തേക്ക് നിയമനം ലഭിച്ചു. കോമൺ ഡിവിഷൻ വന്നപ്പോഴത്തേക്കും ഷംസീറിൻ്റെ ഭാര്യയും പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ അടുത്തുകൂടിയ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു 4 വർഷം പൂർത്തിയാകാത്തവർക്ക് പൂർത്തിയാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം, 4 കൊല്ലം പൂർത്തിയായാലും മുഴുവൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കണം. പക്ഷേ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ അധ്യാപകരെ ആരും പുറത്താക്കാനും പാടില്ല. കാര്യം 5-8 പേരുണ്ട്, അതിലൊന്നാണ് ഷംസീറിൻ്റെ ഭാര്യ. അതിന് പകരം ഷംസീറിൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചമായിരുന്നു. രാജീവാണ് ആദ്യം ഭാര്യമാരെ സർവകലാശാല നിയമിക്കുക എന്നുള്ളത് കണ്ടെത്തിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാണി കേസരിയെ കുസാറ്റ് നിയമിച്ചു. അത് കഴിഞ്ഞപ്പോൾ PK ബിജു അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജിയെ കേരള സർവകലാശാല നിയമിച്ചു. മന്ത്രി MB രാജേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നിത കണിച്ചേരിയെ സംസ്കൃത സർവകലാശാല നിയമിച്ചു. രാകേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിച്ചു. ഇനിയിപ്പോൾ ചെറുപ്പക്കാരിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വരാജ് മാത്രമേ ഉള്ളൂ ആ ശ്രേണിയിൽ ഇനി ഭാര്യയ്ക്ക് ജോലി കിട്ടാനുള്ളത്.